വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് കാരണവന്മാർ വെറുതെ പറയുന്നതല്ല. അതിന് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള അറസ്റ്റും റെയ്ഡും മറ്റ് നിയമ നടപടികളുമൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. മാത്രമല്ല, ഞാനൊരു കണക്ക് പറയാം. ആ കണക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, അപ്പോൾ പ്രശ്നം ഈ സിനിമയോ അല്ലെങ്കിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതോ ഒന്നുമല്ല. ഇവർക്ക് ഇതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇവരിലേക്ക് ഈ സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അലംഭാവം പ്രകടിപ്പിക്കുന്നതാണ് എന്നത് ഞാൻ പറയാൻ പോകുന്ന കണക്ക് കേട്ടാൽ നിങ്ങൾ പറയും. ഞാൻ ആ കണക്ക് പറയാം. ഈ കണക്കെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ മാസം ഫെബ്രുവരി 22 മുതൽ ഈ മാസം അഥവാ മാർച്ച് 8 വരെയുള്ള 2 ആഴ്ച കാലഘട്ടത്തിലെ കണക്കാണ്. ഈ കണക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2 ആഴ്ച കാലത്തിൽ പോലീസ് നടത്തിയ അറസ്റ്റുകളുടെ എണ്ണം ഇതുവരെ 4500 അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലയളവിൽ തന്നെ നോക്കണേ, 4500 ഈ കാലയളവിൽ തന്നെ MDMA പിടിച്ചിട്ടുള്ളത് 1.5 കിലോ MDMA ആണ് ഈ കാലഘട്ടത്തിൽ പിടിച്ചിട്ടുള്ളത്. 185 കിലോഗ്രാം കഞ്ചാവും ഈ കാലഘട്ടത്തിൽ പിടികൂടി. ഈ ലഹരിയുടെ മാഫിയകൾ ആരാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ ഒന്നല്ല പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. 33,838 പേരെയാണ് ഇതേ പേരിൽ പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്തിട്ടുള്ളത്. കൊച്ചിയിലും തൃശ്ശൂരുമാണ് താരതമ്യേന 1ഉം 2ഉം സ്ഥാനങ്ങൾ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിനോടകം തന്നെ കരിപ്പൂരിൽ 1.5 കിലോ കഞ്ചാവ് MDMAയുമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തത് നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ 5 ദിവസത്തെ ഒരു കണക്ക് പറയാം. ഇക്കഴിഞ്ഞ 5 ദിവസം അഥവാ 2181 റെയ്ഡുകളാണ് ഈ 5 ദിവസം കൊണ്ട് നമ്മുടെ എക്സൈസും പോലീസും ഒക്കെ നടത്തിയിട്ടുള്ളത്. 360 NDPS കേസുകൾ രേഖപ്പെടുത്തി. അതിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. ടോട്ടൽ 81,13,000 രൂപ വില മതിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. പോലീസും എക്സൈസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ കൂടിയിട്ട് 39 സംയുക്ത റെയ്ഡുകൾ ഇത് സംബന്ധിച്ച് നടന്നു. ദീർഘകാലമായി ഒളിവിൽ പോയ എന്ന് വെച്ചാൽ പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളികളായി എക്സൈസിൻ്റെ കണ്ണ് വെട്ടിച്ചൊക്കെ നടന്നിരുന്ന 17 പ്രതികൾ ഈ ഒരു കാലഘട്ടത്തിൽ പിടിയിലായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്, ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നീ 2 പേരുകളിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പോലീസും എക്സൈസും ഒക്കെ ഈ ഒരു റെയ്ഡും അറസ്റ്റും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, പ്രശ്നം ആരുടേതാണ്? ജനങ്ങൾ, നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. പ്രശ്നം എവിടെയാണ്? നമ്മുടെ സിസ്റ്റമാണ് പരാജയം. നമ്മുടെ സിസ്റ്റമാണ് എന്ന് വെച്ചാൽ റെയ്ഡ് ഒരു ആവശ്യത്തിന് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പിറകെ പോയി അതിനെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇത് ഉണ്ടാവണം എന്ന് സർക്കാർ നിർബന്ധിതമായപ്പോൾ, സർക്കാർ സ്വതവേ അവർ നിർബന്ധിതരായിരുന്നുവെങ്കിൽ ഈ അറസ്റ്റ്, ഈ കണക്കൊക്കെ നേരത്തെയും വേണ്ടിയിരുന്നു. പക്ഷേ കണക്കെപ്പോഴാണ് വന്നത്? കണക്കിപ്പോഴാണ് വന്നത്. നേരത്തെയും അറസ്റ്റ് നടക്കുന്നുണ്ട്, പക്ഷെ അത് പേരിനൊന്നാണ്. ആ കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴുള്ള കണക്ക് എന്ന് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കണക്കല്ലേ? കാരണം 33,000-ഓളം ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, 4,500 പേരെ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുക, 5 ദിവസത്തിനുള്ളിൽ ഇത്ര ആളുകളെ അറസ്റ്റ് ചെയ്യുക, എത്ര കേസുകൾ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇത് പുറത്ത് വന്ന പോലീസിൻ്റെയും നമ്മുടെ സംവിധാനങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയ കണക്കുകൾ മാത്രമാണ്. കയ്യിൽ കിട്ടാത്ത കണക്ക് എത്രയാണെന്നറിയോ? ഈ കയ്യിൽ കിട്ടാത്ത കണക്കുകളാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾ ഈ ആവശ്യം മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഈ പോലീസും ഈ സിസ്റ്റവും എല്ലാ കാലത്തും ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെ കേരളത്തെ ബാധിക്കുന്ന മറ്റൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഈ വിഷയം പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, മലയാള വാർത്താ ചാനലുകളുടെ ഒരു സ്വഭാവമാണ്, ഈ വിഷയം അങ്ങ് വെടിയും. അതോടുകൂടി ഇത് നോർമലൈസായി. ഭരണതലത്തിൽ പിന്നീട് അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നിയമസഭയിലൊക്കെ പ്രതിപക്ഷം കാര്യക്ഷമമായിട്ട് ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയിൽ നിന്നും ഈ വിഷയം അപ്രത്യക്ഷമാകും, പോലീസിൻ്റെ ഫയലുകളിൽ അപ്രത്യക്ഷമാകും, പ്രതികളൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കും. പക്ഷേ ഇതിനൊരു സ്ഥായിയായ
അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായ ഒരു സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനത്തെക്കുറിച്ചുള്ളൊരു മുറവിളി നമുക്ക് കൂട്ടണം. എന്താണ് എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം എന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു മേൽനോട്ട സമിതിയോ ഒക്കെ വെച്ചുകൊണ്ട് സർക്കാർ തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന് കീഴിൽ 24 മണിക്കൂറും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. പെട്ടെന്ന് ഈ റെയ്ഡ് നടത്താനും അവർക്ക് അധികാരങ്ങളുണ്ടാകണം. റെയ്ഡ് നടത്താനും അതോടൊപ്പം തന്നെ അവർ ദേഹപരിശോധനകൾ നടത്താനും ഒക്കെയുള്ള അധികാരങ്ങൾ ഇവർക്ക് വേണം. അറസ്റ്റ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ ഇവരുടെ കേസുകൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെന്ന പോലെ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ വരണം. ഒരുപക്ഷെ അതുപോലെ തന്നെ ഇത്തരം വിവരങ്ങൾ നൽകാൻ, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ വരണം. അങ്ങനെ വിവരം നൽകുന്ന ആളുകളുടെ സ്വകാര്യത സൂക്ഷിക്കപ്പെടണം. അങ്ങനെ ഇതൊരു പക്ഷേ ദൂരവ്യാപകമായി പ്രതികാര നടപടിക്കൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ വിചാരണ ചെയ്യാനും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനും ഒക്കെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി നമുക്ക് ആവശ്യം. നമുക്കിപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കോടതിയുടെ നിയമ നടപടികളുടെ കുരുക്കിൽപ്പെട്ട് നിരപരാധിയാണ് എന്ന് തെളിയണമെങ്കിലൊക്കെ ഉള്ള കാലതാമസം നമുക്കറിയാം. ആ സമയമാകുമ്പോഴേക്കും പലരുടെയും പല മാനസിക നിലകളൊക്കെ തെറ്റുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളവർക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി സംവിധാനം, അവൻ കുറ്റവാളിയാണെങ്കിൽ അതിവേഗം അവനെ ശിക്ഷിക്കണം, നിരപരാധിയാണെങ്കിൽ വളരെ പെട്ടെന്ന് അവനെ മോചിപ്പിക്കണം. ആ രീതിയിലേക്ക് സംവിധാനങ്ങൾ വരണം. നമുക്കാവശ്യം ഒരു എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം ഈ രാജ്യത്ത് നിലവിൽ വരിക എന്നുള്ളതാണ്. എൻഫോഴ്സ്മെൻറ്റിനെ വിളിക്കണം എന്ന് പലതരത്തിൽ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംവിധാനം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസണുകളിൽ മാത്രമാണ് സർക്കാർ അതിന് അനുവദിക്കുന്നത്. അതുപോരാ, സ്ഥായിയായ ഒരു സംവിധാനം ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ നാളെ ഈ വിഷയത്തേക്കാൾ മറ്റൊരു വിഷയം ഇവിടെ വാർത്താമാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ വിഷയം ഇത് തമസ്കരിക്കപ്പെടുകയും വീണ്ടും പഴയപടി ആവർത്തിക്കപ്പെടുകയും ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്താൽ കേരളം വീണ്ടും രൂക്ഷമായ പ്രതിസന്ധിയുടെ മുഖത്തേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥായിയായ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം, മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കണം. ഏതായാലും ഈ ഒരു അറസ്റ്റും ഈ ഒരു റെയ്ഡുകളുമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലായി. ഉറങ്ങുന്ന സർക്കാർ സംവിധാനങ്ങളാണ്. അവരെ ഉണർത്തുക നമ്മൾ ചെയ്തതുകൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണർന്നു. അതുപോലെ അവരെ കൊണ്ട് ഉണർത്തുന്ന അല്ലെങ്കിൽ അവരോട് ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ മുറവിളികൾ ഇനി മുതൽ ഉയർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം ഒരു മെക്സിക്കോ പോലെ ലഹരിയുടെ ദുരന്ത ഭൂമിയായി മാറാൻ അധികകാലം വേണ്ടി വരില്ല.